ബീഫ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ഒരു റെസിപ്പി എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ. ബീഫ് വരട്ടിയതാണ്, ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര എളുപ്പമാണ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ചേരുവകളൊന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുക്കാനുണ്ട്. അതിനായിട്ട് 7 ചെറിയ ഉള്ളി, 3 മീഡിയം സൈസ് വെളുത്തുള്ളി, ഒരു ചെറിയ തക്കാളിയുടെ പകുതി, 1/2 ഇഞ്ച് കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു തണ്ട് വേപ്പില, ഇതെല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം. ഇനി ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 1/2 കിലോ ബീഫാണ്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ചേരുവകൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർക്കാം. പിന്നെ ഉപ്പ് 1/2 ടീസ്പൂൺ, കഷ്ടി 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കാം. മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇത് സ്റ്റൗവിൽ വെച്ച് സ്റ്റീം വരുമ്പോൾ വെയിറ്റ് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് വീട്ടിൽ വന്നതിന് ശേഷം ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ കുക്ക് ചെയ്യാം. ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ച് സമയത്തിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വരും കേട്ടോ. അപ്പോൾ ഞാൻ 15 മിനിറ്റാണ് വെച്ചത്. അതിനുശേഷം തുറന്ന് നോക്കിയപ്പോൾ ഇതുപോലെ നല്ല പാകത്തിന് ആ വെള്ളമൊക്കെ ഉണ്ട്, ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഒരു ചൂട് കട്ടിയുള്ളൊരു ചീനിച്ചട്ടി, ഞാനൊരു ഇരുമ്പ് ചീനിച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് ചൂടാവുമ്പോൾ അതിലേക്ക് 2 തണ്ട് വേപ്പിലയും 2 പച്ചമുളക് കീറിയതും കൂടെ മൂപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ബീഫും കൂടെ ചേർത്ത് നന്നായിട്ട് വരട്ടിയെടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അത് വരട്ടി എടുക്കാം. വല്ലാതെ മുരിയേണ്ട ആവശ്യമില്ല. വരട്ടിയത് എന്ന് പറയുമ്പോൾ ആ മസാലയൊക്കെ അങ്ങനെ നന്നായിട്ട് ബീഫിലൊക്കെ പൊതിഞ്ഞിരിക്കുന്ന ഒരു പരുവാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും.